ഹായ് ഓൾ. ഞാനിന്ന് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു കഥയുമായിട്ടാണ് വന്നത്. കഥയുടെ പേരാണ് അത്യാഗ്രഹം ആപത്ത്. എന്നാൽ നമുക്ക് കഥ കേട്ടാലോ? കഥയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരിക്കൽ ഒരു ചുണ്ടെലി ആഹാരം തേടി നടക്കുകയായിരുന്നു. ഒടുവിൽ അവൻ നിറയെ നെല്ലുള്ള ഒരു കുട്ടയുടെ അടുത്തെത്തി. ഹോ, രക്ഷപ്പെട്ടു! കുട്ടയുടെ അടപ്പിലെ ചെറിയ ദ്വാരത്തിലൂടെ നെരുങ്ങി അവൻ അകത്തു കടന്നു. ആർത്തിയോടെ നെല്ലു തിന്നാൻ തുടങ്ങി. തിന്നു വയറു നിറഞ്ഞു വീർത്തു വന്നു. ഇനി മതി, പോകാം. ചുണ്ടെലി പുറത്തു കടക്കാൻ നോക്കി. ഇങ്ങോട്ട് വന്ന വഴിയേ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. വയറാണ് തടസ്സം. എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല. ഒടുവിൽ ക്ഷീണിച്ച് അവൻ ആ കുട്ടയ്ക്കകത്തു തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഉറക്കം ഉണർന്നെഴുന്നേറ്റ് അവൻ തൻ്റെ വയറിലേക്ക് നോക്കി. നിറഞ്ഞു വീർത്തിരുന്ന വയർ കുറേ താഴ്ന്നിട്ടുണ്ട്. ഇനി പുറത്തു കടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരാഗ്രഹം. എന്തായാലും പോകുകയല്ലേ, കുറച്ചുകൂടി നെല്ലു തിന്നാം, എലി വിചാരിച്ചു. അവൻ വീണ്ടും നെല്ലു തിന്നാൻ തുടങ്ങി. വയർ വീർത്തു വന്നു. ഒടുവിൽ വീണ്ടും പുറത്തു കടക്കാൻ വയ്യാതായി. അന്നും അവിടെ തന്നെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വിശന്നു വലഞ്ഞ ഒരു പൂച്ച അതുവഴി വന്നത്. എലിയുടെ മണം കിട്ടിയ പൂച്ച പതുക്കെ കുട്ട തുറന്നു നോക്കി. ഹായ്, കൊഴുത്തുരുണ്ട ഒരെലി! സമയം കളയാതെ പൂച്ച അവനെ പിടിച്ച് അകത്താക്കി. എപ്പോഴും നമ്മൾ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക.